അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ശുഹ്റത്ത് എന്നുള്ളത്, അതായത് പ്രസിദ്ധി. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മദ്ഹ് കീർത്തന കാവ്യത്തിൽ, പ്രത്യേകിച്ച് ഖാദി മുഹമ്മദ് അവർകൾ പാടിയ ഒരു വരി, എല്ലാ കീളയിലും വൻകീളായോവർ, എല്ലാ ദിശയിലും കേളി മികച്ചോവർ. എല്ലാ കിളയിലും വൻകിളായോവർ, എല്ലാ ദിശയിലും കേളി മികച്ചോവർ. ഏതു മേഖലയിലെടുത്താലും ഏതു വിധേനയും എല്ലാവിധ പ്രസിദ്ധിയുമുള്ളവരാണ് ഞാൻ എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലുമുള്ള പ്രസിദ്ധി എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രസവിച്ച ഉടനെ മുതൽ റസൂലുള്ളാഹി തങ്ങളുടെ പ്രസിദ്ധിയെപ്പറ്റി നമുക്ക് ഒരു വിധത്തിലും സംശയിക്കാൻ കഴിയില്ല. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പ്രസവിച്ച ഉടനെ മുതൽ അള്ളാഹു പ്രസിദ്ധി അങ്ങോട്ട് കൊടുത്തു. പ്രസവിച്ചത് റമളാൻ 1-നാണ്. ആ റമളാൻ 1 മുതൽ അടുത്ത 30 ദിവസം പകൽ അദ്ദേഹം പാലുടിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പ്രസവിച്ച അള്ളാഹു ആ പ്രസവം നൽകിയ ആ 1-ന്റെ അന്ന് മുതൽ ആ റമളാൻ മാസം 30 ദിവസവും പകലിൽ അദ്ദേഹം പാലുടിച്ചിട്ടില്ല. മാലയിൽ വേറെ ഭാഗത്ത് വരുന്നുണ്ട്. അടുത്ത റമളാനായപ്പോൾ നിലാവ് കണ്ടോ എന്നറിയാൻ ജനം ആകാശത്തേക്ക് നോക്കി നിലാവ് കാണാൻ കഴിയാതെ വന്നപ്പോൾ നാളെ കുറേ ആളുകൾ പറഞ്ഞു 1 ഇല്ല, 1 ആയിട്ടില്ല, അന്ന് നമുക്ക് ആ അബ്ദുൽക്കാരുടെ വീട്ടിൽ പോയേക്കാം, കുട്ടി പാലുടിക്കണ്ടോ എന്ന് നോക്കാം. ആ രൂപത്തിലേക്ക് ആക്കി കൊടുത്തു അല്ലാഹു. അടുത്ത റമളാനിൽ എല്ലാവരും റസൂലുള്ളാഹി തങ്ങളുടെ വീടിന് മുമ്പിൽ ചെന്ന് സുബഹി കഴിഞ്ഞപ്പോൾ കുട്ടി പാലുടിക്കുന്നുണ്ടോ, ഉമ്മാനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. ഇല്ല, കുട്ടി പാലുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് 1. ആ രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസിദ്ധി അങ്ങോട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തആല ഹിജ്റ 215 ജനിച്ചു, 298 വഫാത്തായ മഹാനാണ്. ഔലിയാക്കന്മാരുടെ വലിയ നേതാവാണ് ജുനൈദുൽ ബഗ്ദാദി. അദ്ദേഹം ഒരിക്കൽ ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 470-ലാണ്. ഹിജ്റ 298 വഫാത്തായ ആളാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഈ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തആല ഒരിക്കൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരുന്നു, നിശബ്ദനായി തല കുമ്പിട്ട് ഇങ്ങനെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദർസ് പുനരാരംഭിച്ചു. അങ്ങനെ ദർസ് പുനരാരംഭിച്ചു. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, പതിവില്ലാതെ ഇങ്ങനെ കുറേ നേരം നിശബ്ദനായിരുന്നല്ലോ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ അബ്ദുൽ ഖാദിർ എന്ന് പേരുള്ള ഒരു വലിയ വരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദം കാലുകൾ എല്ലാ ഔലിയാക്കന്മാരുടെയും പിരടിയിലാണ് എന്നൊരു അറിയിപ്പ്. അതായത് നേതൃത്വം അദ്ദേഹത്തിനാണ്, ഔലിയാക്കന്മാരുടെയൊക്കെ അധികാരം അദ്ദേഹത്തിനാണ് എന്ന രൂപത്തിൽ പാദം കാല് എല്ലാ ഔലിയാക്കന്മാരുടെയും പിരടിയിലാണ് എന്നൊരു അറിയിപ്പ് എനിക്കിപ്പോൾ അല്ലാഹുവിൽ നിന്ന് കിട്ടി. ഞാൻ എൻ്റെ പിരടി കുനിച്ചു കൊടുത്തതാണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പരസ്പരം, ഒരാൾ നല്ലവനാവുക എന്ന് പറഞ്ഞാൽ വിനയമുണ്ടാവില്ല. വിനയമുണ്ടാകുമ്പോഴാണ് ഒരാൾ നല്ലവനാവുക. ഞാൻ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയാണ്, അപ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ പിരടി കുനിക്കുന്നത് എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. ഭാവിയിൽ എപ്പോഴോ വരാനുള്ള ഒരു വലിയനെ പറ്റി, കുത്തുബിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം കാലുകൾ എല്ലാ ഔലിയാക്കന്മാരുടെയും പിരടിയിലാണെന്ന് പറയുമ്പോൾ, എന്നാൽ എൻ്റെ പിരടിയും അദ്ദേഹത്തിൻ്റെ പാദം കാലിന് കീഴിരിക്കട്ടെ എന്ന് പറയുന്ന ആ വിനയമാണ് ഇന്ന് ഈ സദസ്സിൽ ജുനൈദുൽ ബഗ്ദാദിയെ ഇവിടെ പറയാൻ കാരണം. ജുനൈദുൽ ബഗ്ദാദി അന്ന് കഴിഞ്ഞു പോയാളാണ്. ഇന്നും ഈ ജുനൈദുൽ ബഗ്ദാദിയുടെ പറയാൻ കാരണം അബ്ദുൽ ഖാദിർ ജീലാനിയെ അദ്ദേഹം ബഹുമാനിച്ചത് കൊണ്ടാണ്. ഔലിയാക്കന്മാരുടെ നേതാവാണ്. നാളെ സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവും, ആദം നബിക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സന്തോഷവും
ഹദീസുകളിൽ നമുക്ക് കാണാം, സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കപ്പെടുന്നത് അബൂ മുഹമ്മദ്, ഓ യാ അബാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉപ്പാ എന്ന് വിളിക്കുമ്പോൾ ആദം നബിക്കുണ്ടാവുന്ന ആദരവ്. മകൻ കളക്ടറാണ്, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറാണ്, ഡോക്ടർ വാപ്പായാണോ എന്നൊരാൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കളക്ടർ വാപ്പായാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വാപ്പാക്കുണ്ടാകുന്ന അഭിമാനം, അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും സമ്പൂർണനായ ഒരു മനുഷ്യന്റെ ഉപ്പ. അപ്പോൾ ഏതായാലും അള്ളാഹു നൽകുന്ന ഈ ഒരു പ്രസിദ്ധി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഏറ്റവും ആദ്യം ലഭിച്ചത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബപരമായ തറവാടിത്ത പ്രസിദ്ധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള പ്രസിദ്ധി. നബി തങ്ങൾ പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നബിത്തങ്ങൾ വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിലെയും ഏറ്റവും ഉത്തമന്മാരായ കുടുംബങ്ങളിലൂടെയാണ് അള്ളാഹു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ നബിമാരുടെ നുത്തുഫകളിലൂടെ, മുതുകുകളിലൂടെ കടന്നു വന്ന് അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബിയുടെ വാപ്പ വലിയ സൗന്ദര്യമുള്ള ആളായിരുന്നു. മക്കയിലെ പെണ്ണുങ്ങൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തറവാടികളും സമ്പന്നന്മാരും ഒക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പോകുമായിരുന്നു. പക്ഷെ കഴിച്ചു കൊടുത്തില്ല. പിന്നീട് ആമിന ബീവി റളിയല്ലാഹു അൻഹുമായി കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഇങ്ങോട്ട് അടുക്കാതായി. അതിന് കാരണം മക്കക്കാർ പറഞ്ഞത്, ആമിന ബീവിയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും തമ്മിൽ കല്യാണം കഴിയുന്നത് വരെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു. കാരണം ആ മുതുകിലുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലുത്തുഫയാണ്. ആ ലുത്തുഫ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആമിന ബീവിയിലേക്ക് കൈമാറിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ആ വലിയ ഒരു ആകർഷണീയ ശക്തി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാറിപ്പോയെന്നാണ്. ആമിന ബീവിക്ക് എങ്ങനെ നമ്മൾ റളിയല്ലാഹു അൻഹു ചെല്ലുമോ അതുപോലെ അബ്ദുള്ള എന്ന പേര് വെക്കുമ്പോഴും റളിയല്ലാഹു അൻഹു ചെല്ലണം. അങ്ങനെയാണ് പാഠം. നമ്മൾ മൗലിദിലൊക്കെ ആമിന ബീവിക്ക് മാത്രമേ റളിയല്ലാഹു അൻഹു ചൊല്ലുള്ളൂ. പിന്നെ ചില ഉസ്താദുമാർ ആമിന ബീവിയുടെയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ചിട്ട് റളിയല്ലാഹു അൻഹുമ എന്ന് പറയും. പക്ഷേ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് ആകണമെങ്കിൽ ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്നും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും വേറെ പറയുമ്പോഴാണ് അപ്പോൾ ഇവിടെ വേണമല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഈ പ്രസിദ്ധി ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. പ്രസിദ്ധിയുള്ള ഔലിയാക്കന്മാരുണ്ട്, പ്രസിദ്ധി ഇല്ലാത്ത ഔലിയാക്കന്മാരുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഔലിയാക്കന്മാർ തീരെ പ്രസിദ്ധി ആഗ്രഹിക്കാത്തവരാണ്. ജനങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈജിപ്തിൽ നിന്ന് ഷാമിലേക്ക് അവർ വന്നു. ഷാമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും ഷാമിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഒരു തരത്തിലും ജനം ഒന്നിനും സമ്മതിക്കാത്തൊരവസ്ഥ. എപ്പോൾ നോക്കിയാലും രാവിലെ മുതൽ രാത്രി വരെ ജനം ദുആ ചെയ്യിപ്പിക്കാനും ബർക്കത്തെടുക്കുവാനും ഖിദ്മത്തെടുക്കുവാനും ഒക്കെ ആയിട്ട് ആളിങ്ങനെ വട്ടം കൂടാം. അവസാനം ഈജിപ്തിലെ രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ യാതൊരു ഇബാദത്തും ഇവിടെ നടക്കുന്നില്ല. അവസാനം നഫീസത്തുൽ മിസ്രിയുടെ കയ്യും കാലും പിടിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകരുത്, ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റിവെക്കും, ബാക്കി ഫുൾ ഡേ നിങ്ങൾക്ക് ഞങ്ങൾ ഒഴിവാക്കി തരാം, അതിനു വേണ്ട സജ്ജീകരണം ചെയ്യാമെന്ന് പറഞ്ഞ് ആ നാട്ടിലെ ചക്രവർത്തി ഖലീഫ നഫീസത്തുൽ മിസ്രിക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്നാണ്. അപ്പോൾ ഔലിയാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ഒഴിഞ്ഞു മാറാനാണ്. പക്ഷേ ചില ആളുകൾക്ക് അല്ലാഹു വലിയ ഒരു ശുഹ്റത്ത് അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ 1,24,000 അമ്പിയാക്കന്മാരുണ്ട്. നമ്മളാരെ അറിയാം? ആകെ 25 നബിമാരെയാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ 25 പേരിൽ നമുക്ക് എത്ര പേരെ അറിയാം? നമ്മുടെ നബീനെ തന്നെ ശരിക്കറിയാൻ പാടില്ല. അപ്പോൾ പ്രസിദ്ധി എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകം നൽകുന്നതാണ്. 1.25 ലക്ഷം അമ്പിയാക്കന്മാരിൽ വളരെ തുച്ഛം പേരെ മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമേ അവർക്ക് നമുക്ക് പോലും അറിയാൻ പാടുള്ളൂ. അപ്പോൾ പ്രസിദ്ധി അത് അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എങ്ങനെയാണോ നൽകിയത് അതുപോലെ ഈ ഉമ്മത്തിൽ അള്ളാഹു പ്രസിദ്ധി നൽകിയ ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ നാടുകളിലൊക്കെ അറിയാൻ പാടില്ലാത്ത ഒരാളുമില്ല. നമ്മുടെ പള്ളികൾക്ക് മുഹയ്യിദ്ദീൻ എന്ന് പേര്, മദ്രസകൾക്ക് മുഹയ്യിദ്ദീൻ എന്ന് പേര്.
നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര്, നമ്മുടെ മക്കൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര്, ഇങ്ങനെ തുടങ്ങിയിട്ട് മുഹിയുദ്ദീൻ എന്ന പേര് ഇത്ര ജനകീയമായി പോപ്പുലറായി വന്നത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് മാത്രമാണ്. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തആല, അദ്ദേഹത്തിന്റെ പ്രസിദ്ധിയാണ് ഞാൻ പറയുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തആല ഹിജ്റ 21 ജനിച്ച ആളാണ്. ഹിജ്റ 21 എന്ന് പറയുമ്പോൾ ആ സ്വഹാബികളുടെ കാലത്തിൻ്റെ തൊട്ടടുത്ത കാലം, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തആല. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തആല അന്ന് പറഞ്ഞിട്ടുണ്ട്, ശേഷം അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഒരു വലിയ വരാനുണ്ട്, അദ്ദേഹം വലിയ കുത്തുബാകും എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും ഇന്നും എന്നും എക്കാലത്തും അള്ളാഹു പ്രസിദ്ധി നൽകിയ വലിയ ഒരു വലിയാണ് എന്നാണ്. എല്ലാ കീളയിലും വൻകീളായോവർ, എല്ലാ ദിശയിലും കേളി മികച്ചോവർ, എല്ലാ മേഖലയിലും അള്ളാഹു വലിയ പ്രസിദ്ധി നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തആല പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് പാടാനും പഠിക്കാനും ഒക്കെ അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മുടെ ഈ മജ്ലിസിൻ്റെ പ്രതിഫലങ്ങളെല്ലാം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കറാമത്ത് കൊണ്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ ഭാര്യ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങളെ എല്ലാവരെയും അള്ളാഹു നല്ല സ്വലാഹിയത്തുള്ള ഖബൂലിയത്തുള്ളവരാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിലെ മുറാദൊക്കെ അള്ളാഹു നടത്തിത്തരട്ടെ. ലോകത്ത് മുഴുവനും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആണ്ടിൻ്റെ സമയത്ത് വിപുലമായ പരിപാടികൾ നടത്തുന്നതിനേക്കാൾ ഉഷാറായി, അതിൽ ഏറ്റവും ഭംഗിയായി ഇഖ്ലാസോടെ ആവേശത്തോടെ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.